ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പൂത്താങ്കാട്ട് പാർക്ക് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച്, അതായത് ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ തൊട്ടടുത്തൊരു പാർക്കുണ്ട് കേട്ടോ. ആ പാർക്ക് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല രസമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രസം, ഒത്തിരി ഏരിയ ഉണ്ട് നമുക്ക് കാണാൻ പാകത്തിന്. അതുപോലെ തന്നെ അവിടെ നന്നായിട്ട് റിലാക്സ് ചെയ്യാം. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ, അവിടെ ഒരു മതിലുണ്ട് കേട്ടോ, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പൂത്താങ്കാട്ട് പാർക്ക് കാണാം. ഇപ്പോൾ വന്നവരെ എല്ലാവരും തന്നെ പൂത്താങ്കാട്ട് പാർക്കിൽ പോയി അതിൻ്റെ സെൻറ്ററിൽ പോയി അല്ലെങ്കിൽ സൈഡിൽ പോയി എന്നിട്ട് എല്ലാവരും വെയിലും കൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കും. പക്ഷെ ഭയങ്കര വെയിലല്ലേ ഇപ്പം, അതുപോലത്തെ കാലാവസ്ഥയല്ലേ ഇപ്പം. അതുകൊണ്ട് പറയാം, ഇങ്ങനെ ഒരു പാർക്ക് സൈഡിൽ തന്നെയുണ്ട് കേട്ടോ. എല്ലാവർക്കും അവിടെ ചെന്നിരിക്കാം, നമുക്ക് ഡയറക്റ്റ് കാണുകയും ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്കിത് കണ്ടോ, ഡയറക്റ്റ് നമുക്ക് അണക്കെട്ടൊക്കെ കാണാം. നല്ല രസമാണ് അവിടെ. ഒത്തിരി മാവൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല തണലാണ് അവിടെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഞങ്ങളപ്പോൾ അവിടെ അണക്കെട്ടൊക്കെ കണ്ടിട്ട് ഞങ്ങളവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. അവിടെ പാർക്കിംഗ് ഏരിയയ്ക്ക് എന്തോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ എത്രയോ പൈസ എന്നാണ്ട് കൊടുക്കണം, 20 രൂപയോ അത്ര എന്നാണ്ട്, അല്ലാണ്ട് വേറെ ഫീസൊന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്ത് രസമാണെന്ന് നോക്കിക്കേ. കണ്ടോ, നല്ല രസമാണ്, ഭയങ്കര കാമാൻ കൊയറ്റാട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് കണ്ടിരിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ, കാരണം നല്ല രസമാണ്. കണ്ടോ, ഇത് സ്കെയിലാട്ടോ, നമ്മുടെ വെള്ളത്തിൻ്റെ സ്കെയിലില്ലേ അവിടെ കൊടുത്തേക്കണ കണ്ടോ. പൂത്താങ്കാട്ടിലോട്ടാട്ടോ. ഇവിടെ ഒരു പാർക്കുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി പാർക്കാട്ടോ. ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ, അല്ലേ വെച്ചിട്ട് ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വരാറുള്ളതായിട്ട്. ഞങ്ങളിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുഞ്ഞു സാധനങ്ങൾ. ഇന്നലെ മഴ പെയ്തോണ്ടേ ഭയങ്കരമായിട്ട്. ഹലോ, എക്സ്ക്യൂസ് മീ, കയറിയിരിക്കണം ഒരു പീസ്. ചുമ്മാ ഓ, നല്ല രസമുണ്ട് ഇവിടെ, നമുക്കിരിക്കാൻ നല്ല തണലാട്ടോ ഇവിടെ ഇരിക്കാൻ. വലിയവർക്കും ഇരിക്കാൻ പറ്റും, ഇരിക്കാനൊക്കെ ഇഷ്ടമായ സ്ഥലമുണ്ട്. ഇതുണ്ട്, നല്ല പൂച്ചെടിയൊക്കെ ആയിട്ട്, പൂച്ചെടികളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് ഒത്തിരി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. സത്യം പറയാല്ലേ, ഞങ്ങൾ ക്ഷീണിച്ച്, ശരിക്കും പറയാം പക്ഷി സങ്കേതത്തിലൊക്കെ പോയി ക്ഷീണിച്ച് ആവശ്യമായി ഇതിക്കടെ പോയി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ്. അന്നേരം ദേണ്ട എടുക്കണു, ഈ ഇതിക്കടെ പീസിന് പൂത്താങ്കാട്ട് പാർക്ക് കയറണം എന്നും പറഞ്ഞ് കയറിയേക്കണതാണ് ഈ കാണുന്നത്. അല്ലേ ചോ, ഞങ്ങളെ സത്യത്തിലും മടുത്തു. ഈ ഒരു പീസിന് ഒരു തളർച്ചയില്ല, ഒന്നുമില്ല. എടാ അമ്മേനെ അപ്പതിനൊന്ന് ഊഞ്ഞാലാട്ടോ അവിടെ. മാറിക്ക് ഉന്തിട്ട് മാറിക്ക്. എടാ മാറിക്കണ ഇല്ലെന്ന്. ആ മതി 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 എന്റെ ദൈവം മതി മതി മതി. ഇച്ചിരി മേത്ത് ഇതാവും കേട്ടോ. മതി മതി മതി. ഇച്ചിരി ഇരുത്തണ. എല്ലാരും കമന്റ് ഇടും. മകന് വലിയവർക്കും ഇതിനകത്ത് കേറാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് എന്റെ കെട്ടിയവൻ. കണ്ടോ, രണ്ടെണ്ണം അങ്ങോട്ട് ഒരു വകയാണ്. ഇത്തിരി ഉണ്ട് കേട്ടോ. ഇതിക്കടെയാണ് ബസ് പോണ റൂട്ടാണ് അത്. നല്ല രസമുണ്ട്. ഒരു വലിയ കുറേ മാവുകൾ ഇവിടെ. ഞങ്ങൾ പണ്ട് വന്നപ്പം ഇവിടെ ഈ നിറച്ച് മാങ്ങയായിരുന്നു കേട്ടോ. എന്നിട്ട് 2 ചേട്ടന്മാർ ഇവിടത്തെ ആണോ എനിക്കറിഞ്ഞൂടാ, 2 ചേട്ടന്മാർ ഇതേന്ന് തന്നെ മാങ്ങ പറിച്ചിട്ട് ഈ പാർക്കിൽ നിന്നുകൊണ്ട് തന്നെ വിറ്റുകൊണ്ടിരിക്കുക. അതായത് മാർക്കറ്റിൽ കൊടുക്കണേക്കാളും കുറച്ച് പൈസയ്ക്ക് ഞാൻ വിറ്റുകൊണ്ടിരിക്കുക. ഇവിടെ ഇരുന്ന് ഇവിടുത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ മുതിർന്നവർ ഉപയോഗിക്കരുത്. പക്ഷെ എൻ്റെ കെട്ടിയവൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ പുറകെ എന്തെങ്കിലും വരുമോയെന്ന് എനിക്കറിഞ്ഞൂട്ടോ. കണ്ടോ, പക്ഷെ ഈ മാവേലി ഇപ്പോൾ മാങ്ങയൊന്നും ഇല്ല കേട്ടോ. ഇതൊന്ന് തീർന്നാണോ എന്തോ, അതോ ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ, ആർക്കറിയാം.
ഒരു കുഞ്ഞിക്കൻ കൊച്ചു, കുഞ്ഞി പെണ്ണ്. നല്ല രസമായിട്ടാണ്, നല്ല തണലുണ്ട്. ഈ ചൂടത്ത് പറ്റിയ സ്ഥലമാണ്. എന്താണേലും വീട്ടിലിരുന്നോ ഉരുകിക്കൊണ്ടിരിക്കുക, ഉരുക്കി തീർന്നുകൊണ്ടിരിക്കുക. അതിലും 100 ബെറ്റർ ദേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കുകയാണെങ്കിലല്ല നല്ലത്. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, ജെൻസിനും ലേഡീസിനൊക്കെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. കാര്യമൊക്കെ പറഞ്ഞാൽ സത്യം പറയാലോ, ഞാനാണെങ്കിൽ ശരിക്കും മടുത്ത് ചൂടത്ത് വെണ്ണീറായിട്ടിരിക്കുക. പക്ഷെ ഇതേ ആ 2 പീസുകൾക്കും ഒരു മാറ്റവും ഇല്ല. എനിക്ക് തോന്നുന്നു പാർക്ക് കണ്ടതോടുകൂടി ഇച്ചുവിന് അവൻ്റെ ക്ഷീണവും എല്ലാ കാര്യങ്ങളും പോയി എന്ന് തോന്നുന്നത്. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭൂതത്താൻകെട്ട് കാണാൻ വരുന്നവർക്ക് ഏറ്റവും നല്ല റിലാക്സിങ് ഏരിയ, അതായത് ഭൂതത്താൻകെട്ട് ഇതെവിടെയായിട്ട് വരും, ഭൂതത്താൻകെട്ട് അണക്കെട്ട് അവിടെയായിട്ട് വരും. അപ്പം അത് കാണാൻ വരുന്നവർക്ക് ഏറ്റവും റിലാക്സിങ് ഏരിയ ഇത്. സത്യം പറഞ്ഞു ഇഷ്ടമാതിരി സ്പേസ് ഉണ്ട്. ഇപ്പോൾ എന്തോരം ആൾക്കാർ വന്നാലും ഇതിനകത്ത് ഇരിക്കാനും പിള്ളേർക്ക് കളിക്കാനും അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനും ആയിട്ടുള്ള ഒരു ശരിക്കും നല്ലൊരു ഏരിയ ആയിട്ടത് ശരിക്കും പറയാം. പിന്നെ അങ്ങേ വശത്തോട്ട് പോകുകയാണെങ്കിൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെയുണ്ട്. അങ്ങോട്ടേക്കൊന്നും എനിക്കിപ്പോൾ പോകാൻ വയ്യ, സത്യം പറയാം മടുത്തിരിക്കുക. അവിടെയുണ്ട്, ഏരിയയുണ്ട്. അതുപോലെ നല്ല കാണാമോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഒരു സൈഡില് പഴയ പാലം, ഇതുകൊണ്ട് പഴയ പാലം. നല്ല രസം, 2 ഷട്ടർ തുറന്നിട്ടുണ്ട് കേട്ടോ. എന്നാ രസമെന്ന് അറിയാമോ ഇവിടെ വന്നിരിക്കാൻ. ഇതുകൊണ്ട് ഒരു ചെറിയ മതിലുണ്ട്, നമുക്ക് അവിടെ കയറി കയറിയിരിക്കാം, നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ എന്നെ രസമാണെന്ന് വെച്ചിട്ട്. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്. അതായത് ഈ കാലാവസ്ഥയിൽ ഭയങ്കര ചൂടല്ലേ, കാണാൻ തണുത്ത കാറ്റായിട്ടോ വന്നെ. എന്ത് രസം ഇവിടെ വന്നിരിക്കാൻ വേണ്ടി. ഇത് പഴയ പാലം, മറ്റേ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാട്ടോ പുതിയ പാലം. ഇത് പഴയ പാലം കേട്ടോ. എന്ത് രസം ബോട്ടിങ്ങിന് വേണ്ടി പോവായിരിക്കും. എല്ലാവരും അവിടെ നിന്ന് ക്ഷീണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പാർക്കിൽ വന്ന് റിലാക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുണ്ടോ, ഇതേ അപ്പുറത്താണ്, ഇതാണ് പുതിയ പാലം കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഇപ്പോൾ പോകുന്നത് പുതിയ പാലത്തൊക്കെ. ഇതാണ് പുതിയ പാലം. നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും ഒരു മാംഗോ ബാറൊക്കെ മേടിച്ച് കഴിക്കാൻ പോവാം. പക്ഷെ വേസ്റ്റ് ഇവിടെ ഇരുത് കേട്ടോ, വേസ്റ്റ് പിന്നെ ഉണ്ട്, അതിനകത്ത് തന്നെ ഇടാം എന്ന് പറഞ്ഞേക്കണതല്ല, നമ്മളത് ചെയ്യണം. ഇതുണ്ട് ഒരു കുരങ്ങിൻ്റെ വേസ്റ്റ് ബിന്നൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അതിനകത്ത് തന്നെ വരണവരിടണം കേട്ടോ. കാരണം ഇവിടെ നല്ല നീറ്റായിട്ട് കിടക്കണം, നമ്മളായിട്ട് അതെന്തിനാ കുളവാക്കണം അല്ലേ ചുമേ? എല്ലാവരോടും മന്നെന്ന് പറ. എല്ലാവരോടും പറ്റത്തില്ല, എല്ലാവരും പറ്റുന്നത്. എല്ലാവരും മന്നം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നാ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭൂതത്താൻകെട്ട് എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതായിരിക്കും. പിന്നെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്ന കേട്ടോ ഇതെല്ലാം. പിന്നെ എന്നാ പറയുക, ഓക്കെ എന്നാൽ ബായ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്, സീ യു, ബായ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ എന്ന് പറയുന്നു. ബൈ.